ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ എന്തെന്നുള്ള ഒരു കാര്യമാണ് അന്വേഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിനീഷ് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. വിനീഷ്, എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ് ഇത് എന്ന് ശക്തമായ ഹൈന്ദവ സംഘടനകൾ പറയുന്നുണ്ട്. ഹിന്ദുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ് ഇതെന്നുള്ള ഒരു വലിയ ആക്ഷേപം കൂടി വരുന്നുണ്ട്. ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങൾ സംബന്ധിച്ച കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു സർക്കാർ. പക്ഷേ അതിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേസുകൾ സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തിനാണ് ഇതെല്ലാം? ഇത് പ്രഹസനം മാത്രമാണോ എന്ന് ഭക്തർക്ക് ചോദിക്കേണ്ടി പോലും വരുന്നില്ല. അവരങ്ങ് ഉറപ്പിക്കുകയാണ്. വിനീഷ്, രോഹിണി, ഒപ്പം തന്നെ അനു, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ മുന്നോട്ട് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ഹിന്ദു സംഘടനകൾ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം രണ്ട് വിഷയങ്ങളാണ് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്ന ഒരു പ്രശ്നം. ആചാര സംരക്ഷണത്തിനായി സമരം ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിൽ ആചാര സംരക്ഷണത്തിനായി വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അത് രാജ്യത്തെമ്പാടുമുണ്ട്. ആ സമൂഹത്തിനോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം, നേരത്തെ ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് ഉണ്ടായ ഘട്ടത്തിൽ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലേക്ക് പോയി. അത് സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടിയായി. അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാരിൻ്റെ പ്രതിച്ഛായയും സർക്കാർ ഹിന്ദു വിരുദ്ധരല്ല എന്ന നിലപാടിലേക്ക് ജനങ്ങൾക്കിടയിൽ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്നാണ് നിലവിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം. ആ ആക്ഷേപം കൃത്യമായി തന്നെ ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം ഇത്തരത്തിൽ തന്നെയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. പ്രത്യേകിച്ച് BJPയിലേക്ക് ഒരു ഭാഗം വോട്ടുകൾ ഹിന്ദുക്കളുടേത് ചോരുന്നുണ്ട്. ആ വോട്ട് ചോർച്ച തടയുക, ഒപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനൊപ്പമാണ് പിണറായി സർക്കാർ എന്ന ഒരു ലക്ഷ്യം വരുത്തുക. അതേസമയം തന്നെ ഹിന്ദു സംഘടനകൾ ഉയർത്തുന്ന ഒരു പ്രധാന ആക്ഷേപം, നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളും സമരങ്ങൾക്കും വലിയ അതിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അതിക്രമങ്ങളുടെ കേസുകളെല്ലാം തന്നെ സർക്കാർ പെട്ടെന്ന് തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം, അത് സർക്കാർ തന്നെ മന്ത്രിസഭയിൽ പാസ്സാക്കിക്കൊണ്ട് പിൻവലിക്കുന്ന സാഹചര്യം. അതേസമയം തന്നെ ആചാര സംരക്ഷണത്തിനായി, വിശ്വാസത്തിനായി സമരത്തിനിറങ്ങി റോഡിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന ഒരു വിഭാഗം ഹിന്ദു ജനത ഇന്ന് കേരളത്തിലുണ്ട്. ആ ഹിന്ദു ജനതയോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നടത്തുന്നത്. ആ ആചാര സംരക്ഷണവുമായി നടത്തിയ ആ സമരങ്ങൾ കൃത്യമായി തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയായ ഘട്ടത്തിൽ അത് ഒരു തരത്തിലുള്ള അതിക്രമങ്ങളുമല്ല, പക്ഷേ അത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടുവന്ന ഒരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിന്മേലുള്ള സർക്കാരിൻ്റെ കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിലെ കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ സർക്കാർ പല ഘട്ടങ്ങളിലായി, കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഈ കേസുകൾ പിൻവലിക്കുമെന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേ സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതേ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ നടപടിക്രമങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു സംഘടനകൾ ഉയർത്തുന്നത് ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള നിയമം പാസ്സാക്കിയപ്പോൾ അതിനെതിരെ പ്രക്ഷോഭവും അതിക്രമവും നടത്തിയവർക്കെതിരായ ക്രിമിനൽ കേസുകൾ പിൻവലിച്ച സർക്കാർ അതേസമയം അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആചാര സംരക്ഷണത്തിനായി, വിശ്വാസത്തിനായി തെരുവുകളിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഹിന്ദു സമൂഹത്തിലെ ജനങ്ങൾക്ക് പേരുള്ള, സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലുള്ള ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിൽ സർക്കാരിന് ഇപ്പോഴും അനങ്ങാപ്പാറ നയമാണ്. പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഈ കേസ്
കേസുകൾ പിൻവലിക്കും, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളല്ലാത്ത സമരങ്ങളുടെ കേസുകൾ മുഖ്യമന്ത്രി പിൻവലിക്കുമെന്ന് പറയുമ്പോഴും യാതൊരു വിധമായ നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും ഹിന്ദു സംഘടനകൾ ഉയർത്തുന്ന ആക്ഷേപം. മുഖ്യമന്ത്രി അത് മാത്രമല്ല വിനീഷ് പറഞ്ഞത്. ഓർത്തെടുക്കുമ്പോൾ അന്ന് വാർത്താ സമ്മേളനം നടത്തിയ വേളയിൽ അദ്ദേഹം പറയുകണ്ടേ, വേണമെങ്കിൽ അയ്യപ്പ ഭക്തർക്കൊക്കെ വരാം ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ. ഈ ടോണിലായിരുന്നില്ലെങ്കിലും പറഞ്ഞതിൻ്റെ സാരാംശം ഇത് തന്നെയായിരുന്നു.